സ്വർണം വാങ്ങുന്ന സാഹചര്യത്തിൽ അതിൽ പലിശ കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സ്വർണം കടം വാങ്ങുമ്പോൾ അത് പലിശ ഹറാമായ രൂപത്തിൽ വാങ്ങുന്ന ചില സാഹചര്യങ്ങൾ വരും. അത് വിവരമില്ലായ്മയുടെ പേരിലാണ്. അതുതന്നെ ഹലാലായ രൂപത്തിൽ നമുക്ക് വാങ്ങാൻ അവസരമുണ്ട്. പക്ഷേ വിവരമില്ലായ്മയുടെ ഫലമായിട്ട് അത് പലിശ ഹറാമായ വലിയ ദോഷമാകുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും പല ആളുകൾ ചെന്നെത്താറുണ്ട്. നമുക്കറിയാം, സ്വർണം വെള്ളിയൊക്കെ വാങ്ങുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ അത് ഹറാമായിട്ടുള്ള ഇടപാടായി മാറും. അതിൽപ്പെട്ടതാണ് സ്വർണം കടം വാങ്ങാൻ പാടില്ല എന്നുള്ളത്. നമുക്കറിയാം, സ്വർണം വാങ്ങുമ്പോൾ കാശ് കൊടുക്കുന്നു, സ്വർണം സ്വീകരിക്കുന്നു, പോകുന്നു. ഇതാണ് അതിൻ്റെ രീതി. യദം ബി യദ് എന്ന് പറയും. കാശും റൊക്കം കൊടുത്തിരിക്കണം, സ്വർണം അത് അപ്പോൾ തന്നെ കൈപ്പറ്റിയിരിക്കണം. എന്ത് പറ്റില്ല? കുറച്ച് സ്വർണം തരി, കാശ് ഇപ്പോൾ പകുതി തരാം, പകുതി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തരാം, 4 മാസങ്ങൾ കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് തരാം. അത് പാടില്ല എന്നുള്ളതാണ്. അതേ പ്രകാരം തന്നെ നേരെ തിരിച്ചും കാശ് ആദ്യം കൊണ്ട് കൊടുത്ത് സ്വർണം പിന്നീടാണ് തരിക. അതും നിഷിദ്ധമാണ്, പാടില്ലാത്ത കാര്യമാണ്. പലപ്പോഴും പല ജ്വല്ലറിക്കാരും പറയാറുണ്ട്, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ കുടുംബക്കാരോ നാട്ടുകാരൊക്കെ വന്ന് കടമായി ചോദിക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അത് കൊടുക്കാൻ പാടില്ല. അത് പലിശയാണ്, കടുത്ത തെറ്റാണ്. കടം കൊടുക്കുക എന്നുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ നമുക്കറിയാം, കടം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേർപകുതി സ്വതക്ക ചെയ്ത കൂലിയാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് കടമായിട്ട് പറ്റില്ല. അതിൽപ്പെട്ടതാണ് സ്വർണം വാങ്ങുന്ന സമയത്ത് എത്രയാണോ ഗോൾഡിൻ്റെ റേറ്റ് അത് പൂർണ്ണമായിട്ട് തന്നെ പേ ചെയ്തതിന് ശേഷം മാത്രമേ ഗോൾഡ് സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പം ഇനി അതല്ലാതെ എങ്ങനെയാണ് കടമായിട്ട് നമുക്ക് സ്വർണം വാങ്ങാൻ അവസരമുണ്ടോ? ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ജ്വല്ലറിയുടെ ഉടമയോട് കാശ് കടമായിട്ട് വാങ്ങുക. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ഗോൾഡ് വിവാഹ ആവശ്യത്തിന് വേണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ 10 ലക്ഷം ജ്വല്ലറിക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശ് കടമായിട്ട് വാങ്ങിയിട്ട് ആ കാശ് ഉപയോഗിച്ചിട്ട് സ്വർണം വാങ്ങുക. എന്നിട്ട് ജ്വല്ലറിക്കാരന് വീണ്ടും എന്താക്കുക, പിന്നീട് ആ കടം വീട്ടുക, കാശിൻ്റെ കടം വീട്ടുക.